ഹായ് ഓൾ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൽ വൻ അവസരങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതായത് ഡിപ്ലോമ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കും ബിടെക് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കും ഒരേപോലെ അപ്ലൈ ചെയ്യാവുന്ന പോസ്റ്റുകളാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഈ ഒരു HPCL റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നതിൽ 400-ലധികം ഒഴിവുകളും ഇത് ഗേറ്റ് അല്ലാതെ നോൺ ഗേറ്റ് ആയിട്ട് നടക്കുന്ന എക്സാം കൂടി ആയതുകൊണ്ട് തന്നെ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അതായത് ബിടെക് ഡിപ്ലോമ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കും അതേപോലെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഫൈനൽ ഇയേഴ്സും എലിജിബിൾ ആണ് എന്നുള്ളതാണ്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി നോക്കാം ഏതൊക്കെ പോസ്റ്റുകളിലാണ്, ഏതൊക്കെ ബ്രാഞ്ചസുകാർക്ക് അപ്ലൈ ചെയ്യാം, അതേപോലെ തന്നെ എന്തൊക്കെയാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. വെൽക്കം ടു എൻട്രി. അപ്പൊ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുകൾ ഏറ്റവും ആദ്യം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ HPCL പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. റിക്രൂട്ട്മെന്റ് ഫോർ പ്രൊഫൈൽ ഓഫ് ഓഫീസേഴ്സ് എന്ന് പറയുന്ന രീതിയിലാണ് അവർ റിക്രൂട്ട്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിൽ അഡ്വർടൈസ്മെന്റ് നമ്പർ 3/2025-26 ആണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം HPCL എന്ന് പറയുന്നത് ഒരു PSU ആണ് അല്ലെ, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് ആണ്. PSUകളിൽ ഒട്ടനേകം അവസരങ്ങൾ ഈ വർഷവും വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പല വീഡിയോസുകളുമായി നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യമാണ്. അപ്പൊ HPCL അടുത്ത ഓപ്പർച്യൂണിറ്റി വരികയാണ്. HPCL കൂടി അത് അവസാനിക്കുന്നില്ല. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ്, ISRO തുടങ്ങി ഒരുപാട് PSUസുകളും അതേപോലെ തന്നെ അത്തരത്തിലുള്ള ഓർഗനൈസേഷൻസിന്റെ എക്സാംസുകൾ നിങ്ങളെ കാത്തിരിക്കുകയാണ്. അപ്പൊ PSUയിലെ അവസരങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. എന്തൊക്കെയാണ് ഇപ്പൊ വന്നിരിക്കുന്ന ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. അതിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 25 ഫെബ്രുവരി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 25 മാർച്ച് ആണ്. അപ്പോൾ ഒരു മാസം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. അതായത് 25 മുതൽ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് 25 മാർച്ച് വരെയാണ്. ലാസ്റ്റ് ഡേറ്റിലേക്കൊന്നും മാറ്റി വെക്കരുത്. ഇതിന്റെ ഓപ്പർച്യൂണിറ്റി സാധാരണ എല്ലാവരും ചിന്തിക്കുന്നത് എന്താണ്, ഇതേപോലുള്ള നോട്ടിഫിക്കേഷൻസ് PSUസിൽ വരുന്നുണ്ടെങ്കിലും അതിനൊന്നും വലിയ വേക്കൻസീസ് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒരുപാട് പേരുടെ ധാരണ. എന്നാൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, മികച്ച അവസരം തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഏതൊക്കെ പോസ്റ്റുകൾ വരുന്നുണ്ടെന്ന് നോക്കി നോക്കാം. അപ്പൊ അതിൽ ജൂനിയർ അസിസ്റ്റന്റ്, അത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 3 ഇയർ ഫുൾ ടൈം റെഗുലർ ഗ്രാജുവേഷൻ എനി ഡിസിപ്ലിൻ ആണ് പറഞ്ഞിരിക്കുന്നത് എക്സെപ്റ്റ് എഞ്ചിനീയറിംഗ്. അപ്പൊ ഈ ഒരു ജൂനിയർ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റിലേക്ക് ആർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അവിടെ 10 വേക്കൻസി ആണുള്ളത്. ആൻഡ് ദെൻ ജൂനിയർ എക്സിക്യൂട്ടീവ് സിവിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സാലറി വരുന്നത് 30,000 മുതൽ 1,20,000 ആണ്. ഇങ്ങനെ പറഞ്ഞാൽ എത്ര സാലറിയാണ് നമ്മൾ ഇൻഹാൻഡ് കിട്ടുക എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. വീഡിയോ മുന്നോട്ട് പോകുന്ന സമയത്ത് അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതിൽ വന്നിരിക്കുന്നത് 19 വേക്കൻസിയാണ് സിവിലിൽ കമ്പാരിറ്റീവ്ലി. അതായത് നമ്മൾ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഒക്കെ നോക്കുന്ന സമയത്ത് എന്താണ് ഒരല്പം കുറവായിട്ടാണ് കാണുന്നതെങ്കിൽ പോലും 19 വേക്കൻസിയാണ്. ഇവിടെ 3 ഇയർ ഫുൾ ടൈം റെഗുലർ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ പോസ്റ്റ് സിവിൽ എഞ്ചിനീയേഴ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ, ഞാൻ ഈ വീഡിയോയുടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു ബിടെക്കാർക്കും ഡിപ്ലോമക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ലേ, അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം പറയുന്ന പോസ്റ്റുകൾ എന്താണ്, ഡിപ്ലോമക്കാർക്കുള്ളതാണ്. അതേപോലെ ജൂനിയർ എക്സിക്യൂട്ടീവ് മെക്കാനിക്കൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ഇതേ സാലറി സ്കെയിൽ തന്നെയാണുള്ളത്. 207 ഒഴിവുകളാണ് അവിടെ വരുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 3 ഇയർ ഫുൾ ടൈം റെഗുലർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. സോ മെക്കാനിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് 207 ഒഴിവുകൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ സിവിൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് 19 ഒഴിവുകളും വരുന്നുണ്ട്. ഇനി ഇലക്ട്രിക്കലിലും മികച്ച നമ്പർ തന്നെയാണ് വേക്കൻസിയിൽ വന്നിരിക്കുന്നത്. 117 ഒഴിവുകളാണ് സിവിൽ കഴിഞ്ഞ ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക്. അഗെയിൻ 3 ഇയർ ഡിപ്ലോമയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ജൂനിയർ എക്സിക്യൂട്ടീവ് കെമിക്കൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 27 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഡിപ്ലോമ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കുള്ളത്. ഈ പോസ്റ്റിലേക്ക് ബിടെക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എന്നിരുന്നാലും ഡിപ്ലോമ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മികച്ച ഒരു അവസരം തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 25 വയസ്സാണെങ്കിലും ഇതിൽ നിങ്ങൾക്ക് റിലാക്സേഷൻ വരുന്നുണ്ട്. OBC ആണെങ്കിലും അതേപോലെ തന്നെ SC/ST റിലാക്സേഷൻ വരുന്നുണ്ട്. അതെന്താന്നുള്ളത് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി എഞ്ചിനീയറിംഗ് പോസ്റ്റിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് പോസ്റ്റിൽ നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 50,000 മുതൽ 1,60,000 വരെയാണ് പേ സ്കെയിൽ. അതായത് എഞ്ചിനീയറിംഗ് പോസ്റ്റിലേക്ക് വരുമ്പോൾ പേ സ്കെയിൽ മാറുന്നുണ്ട്. അവിടെ വന്നിരിക്കുന്ന വേക്കൻസി 72 ആണ്. 4 ഇയർ ഫുൾ ടൈം റെഗുലർ എഞ്ചിനീയറിംഗ് കോഴ്സ് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അതായത് ഇവിടെ മെക്കാനിക്കൽ 4 ഇയർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകൾക്ക്, എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ ഒരു പോസ്റ്റിൽ എലിജിബിൾ ആകുന്നത്. സോ മെക്കാനിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച അവസരമാണ്. 72 വേക്കൻസീസ് ആണ് അവിടെ വന്നിട്ടുള്ളത്. ഇനി ഇലക്ട്രിക്കൽ ആണെങ്കിൽ 37 ഒഴിവുകൾ വന്നിട്ടുണ്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ പോസ്റ്റിൽ.
അഗെയിൻ അതേ പേ സ്കെയിൽ തന്നെയാണ്. 37 ഒഴിവുകളാണ് ഇലക്ട്രിക്കലിൽ വന്നിരിക്കുന്നത്. സിവിൽ നോക്കുകയാണെങ്കിൽ 17 ഒഴിവുകൾ വന്നിട്ടുണ്ട്. കെമിക്കൽ എഞ്ചിനീയറിംഗിൽ നോക്കുകയാണെങ്കിൽ 15 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. എല്ലാത്തിന്റെയും ഏജ് ലിമിറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 25 തന്നെയാണ്. ആദ്യത്തിൽ ഇവിടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇവിടെ സിവിൽ എഞ്ചിനീയറിംഗ്, ഇവിടെ കെമിക്കൽ എഞ്ചിനീയറിംഗും ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എഞ്ചിനീയേഴ്സിന് അവസരമുണ്ട്, അതേപോലെ ഡിപ്ലോമക്കാർക്ക് അവസരമുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് മാത്രമാണ്. ഇന്റർ ഡിസിപ്ലിനറിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇനി കാറ്റഗറി വൈസ് ആയിട്ടുള്ള വേക്കൻസീസ് നമ്മൾക്ക് എപ്പോഴും വിചാരിക്കുന്നത് അൺറിസർവ്ഡ് കാറ്റഗറിയിലൊക്കെ വേക്കൻസീസ് കുറവായിരിക്കും, അല്ലെങ്കിൽ OBCയിൽ മറ്റു കാറ്റഗറിയിലൊക്കെ എന്നുള്ളതാണ്. കാറ്റഗറി വൈസ് ആയിട്ടുള്ള വേക്കൻസീസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അൺറിസർവ്ഡ് കാറ്റഗറിയിൽ 177 ഒഴിവ് വരുന്നുണ്ട്. ഓക്കെ, ഈ 30,000 മുതൽ 1,20,000 വരെയുള്ള പേ സ്കെയില്, അതേപോലെ 50,000 മുതൽ 1,60,000 വരെയുള്ളതിൽ 179 അൺറിസർവ്ഡിന് വരുന്നുണ്ട്. OBCയിൽ നല്ല വേക്കൻസിയാണ് 80, 98 എന്നുള്ള രീതിയിലാണ്. ഇപ്പൊ ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത് എക്സ്പീരിയൻസ്ഡ് വേണ്ട പോസ്റ്റുകളല്ല, എക്സ്പീരിയൻസ് വേണ്ടാത്ത പോസ്റ്റുകളാണ്. കാരണം ഇവിടെയൊക്കെ മിനിമം എക്സ്പീരിയൻസിൽ നില്ലാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ എക്സ്പീരിയൻസ് ഉള്ള ചില പോസ്റ്റിലേക്കും വിളിച്ചിട്ടുണ്ട്. വേക്കൻസീസ് കുറവാണെങ്കിൽ വലിയ സാലറി ഉള്ളതാണ്. അപ്പൊ നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ HPCL വെബ്സൈറ്റിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റിന്റെ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. ഓക്കെ, സോ അത് നിങ്ങൾ നോക്കുക. ദെൻ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ മെക്കാനിക്കലിൽ തന്നെ അതിന് കുറെ എന്താ പറയാ, അത് റിലേറ്റഡ് ആയിട്ടുള്ള ബ്രാഞ്ചുകൾ ഉണ്ട് അല്ലേ. ഇപ്പൊ എലിജിബിൾ ബ്രാഞ്ച് പറഞ്ഞിട്ടുണ്ട്, മെക്കാനിക്കൽ പറഞ്ഞിട്ടുണ്ട്, മെക്കാനിക്കൽ ഓട്ടോമേഷൻ പറഞ്ഞിട്ടുണ്ട്, മാനുഫാക്ചറിംഗ് സയൻസ് പറഞ്ഞിട്ടുണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പ്രൊഡക്ഷൻ, അതായത് പ്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്റഗ്രേറ്റഡ് ഡ്യുവൽ ഡിഗ്രി ഇൻ മെക്കാനിക്കൽ ആൻഡ് സ്പെഷ്യലൈസേഷൻ ഇൻ മെറ്റീരിയൽ സയൻസ്, ദെൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്പെഷ്യലൈസേഷൻ ഇൻ മെക്കാനിക്കൽ സിസ്റ്റം ഡിസൈൻ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്പെഷ്യലൈസേഷൻ മാനുഫാക്ചറിംഗ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, ഇതൊക്കെ എലിജിബിൾ ആയിട്ടുള്ള ബ്രാഞ്ചസ് ആണ്. ഇനി ഇലക്ട്രിക്കൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, പവർ സിസ്റ്റം, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് പവർ, ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, ഇലക്ട്രിക്കൽ പവർ, ഇലക്ട്രോണിക്സ് പവർ എഞ്ചിനീയറിംഗ്. അതായത് എഞ്ചിനീയറിംഗിന്റെ പല കോമ്പിനേഷൻസ് ഉണ്ട്. പൊതുവേ നമ്മൾ ട്രിപ്പിളി അഥവാ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് പറയെങ്കിലും വേറെയും കുറെ കോമ്പിനേഷൻസ് ഉണ്ട്. അതെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റും. സിവിലും അതേപോലെ സിവിൽ ഏതൊക്കെയാണെന്നുള്ള ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സിവിൽ എൻവിറോൺമെന്റ് പറ്റും, സിവിൽ ഇൻഫ്രാസ്ട്രക്ചർ, ദെൻ എൻവിറോൺമെന്റിൽ പ്ലാനിംഗ് പറ്റും, അതേപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ, എൻവിറോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ, വാട്ടർ മാനേജ്മെന്റ് എഞ്ചിനീയറിംഗ്, എഞ്ചിനീയറിംഗ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, എഞ്ചിനീയറിംഗ് ഇൻ കൺസ്ട്രക്ഷൻ ടെക്നോളജി, എൻവിറോൺമെന്റ് എഞ്ചിനീയറിംഗ്, സിവിൽ ടെക്നോളജി, ഇതെല്ലാം അതിൽ അപ്ലിക്കബിൾ ആണ്. കെമിക്കലിലാണെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ ടെക്നോളജി, ഇന്റഗ്രേറ്റഡ് ഡ്യുവൽ ഡിഗ്രി ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ്. ഇനി മാർക്കിന്റെ ക്രൈറ്റീരിയ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതായത് ഈ ഒരു എക്സാമിനേഷന്റെ മാർക്ക് ക്രൈറ്റീരിയ 65% മാർക്കാണ് ഓൺ അഗ്രിഗേറ്റ് ബേസിസ് ഫോർ യു ആർ. ഇനി OBC, നോൺ ക്രീമിലെയർ, EWS ഇതിനൊക്കെ UR-നും OBC-ക്കും നോൺ ക്രീമിലെയറിനും EWS-നും ഒക്കെ എന്താ വരുന്നത്, ഈ 65%. എന്നാൽ 55% ആയിരിക്കും SC, ST ഓർ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സിന് വരുന്നത്. 65% മാർക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ 65% ഉള്ളവർ മാത്രം എന്ത് ചെയ്താൽ മതി, ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. അതല്ല നിങ്ങൾ SC, ST ഓർ PWD കാൻഡിഡേറ്റ് ആണെങ്കിൽ 55% മാർക്കാണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഓൾറെഡി ഒരു സെലക്ഷനുള്ള ഒരു ഫിൽറ്ററിങ് അവിടെ നടന്നു അല്ലെ. ഒന്ന് ഏജ് ലിമിറ്റ് ആണ്, എല്ലാ ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. 25 എന്ന് പറഞ്ഞ ഏജ് ലിമിറ്റ് പറഞ്ഞു. അതേപോലെ മാർക്ക് ക്രൈറ്റീരിയ പറഞ്ഞിരിക്കുകയാണ്, 65% എന്ന് പറഞ്ഞിട്ടുള്ള ക്രൈറ്റീരിയ വന്നിരിക്കുകയാണ്. സോ ഇത്തരം ക്രൈറ്റീരിയകളൊക്കെ ഒബേ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ നല്ലൊരു അവസരമാണ്. അതായത് പ്രത്യേകിച്ച് പറയാന്നുണ്ടെങ്കിൽ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആളുകൾ, കഴിഞ്ഞ 1-2 വർഷങ്ങൾക്കിടയിൽ പാസ് ഔട്ട് ആയിട്ടുള്ള ആളുകൾ, ഫൈനൽ ഇയേഴ്സ് ആയിട്ടുള്ള ആളുകൾ, കാരണം ഫൈനൽ ഇയേഴ്സും ഇതിൽ എലിജിബിൾ ആണ്. കാരണം അതെന്താന്നുള്ളത് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി എങ്ങനെയാണ് ഇതിന്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അഥവാ CBT ഉണ്ടാവും. അതായത് ഈ എക്സാമിന്റെ CBT ഉണ്ടാവും, റിട്ടൺ ടെസ്റ്റ് ഉണ്ടാവും, അതേപോലെ റിട്ടൺ ടെസ്റ്റ് ഓർ ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാവും. അത് ഓരോ പോസ്റ്റുകളെ നമ്മൾ ഇതിലെല്ലാ പോസ്റ്റും ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല കേട്ടോ. അതായത് എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. അതല്ലാണ്ട് കുറെ HR അതേപോലെ തന്നെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഉള്ള പോസ്റ്റുകൾ ഉണ്ട്, അതിനെക്കുറിച്ച് ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ എല്ലാം കൂടി കോമൺ ആയിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഗ്രൂപ്പ് ടാസ്ക്, സൈക്കോമെട്രിക് അസസ്മെന്റ്, സ്കിൽ ടെസ്റ്റ്, ഇതൊന്നും എല്ലാത്തിനും ഉണ്ടാവില്ല കേട്ടോ. ഇതൊക്കെ നോർമലി നമ്മൾ എഞ്ചിനീയറിംഗ് പോസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ CBT ഉണ്ടാവും, ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ടാസ്ക് ഉണ്ടാവും, പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടാവും. ഇതാണ് പൊതുവെ ഉണ്ടാവാറുള്ളത് ഈ പറഞ്ഞിരിക്കുന്ന എഞ്ചിനീയറിംഗ് പോസ്റ്റിലുള്ളത്. അപ്പൊ ബാക്കിയുള്ളതിനെ കുറിച്ച് നമ്മളിപ്പോൾ നോക്കേണ്ട കാര്യമില്ല. ദെൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്തായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് ഒരുപാട് പേർക്കുള്ള സംശയമാണ്. അപ്പൊ അതിൽ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് കൺസിസ്റ്റിംഗ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, അതിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവും, ഇന്റലക്ച്വൽ പൊട്ടൻഷ്യൽ ടെസ്റ്റ് ഉണ്ടാവും, ലോജിക്കൽ റീസണിങ് ആൻഡ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, അതായത് ലോജിക്കൽ ആയിട്ടുള്ള ടെസ്റ്റ് ആണ് അവിടെ വരുന്നത്.
ദെൻ ടെക്നിക്കൽ ഓർ പ്രൊഫഷണൽ നോളജ് കംപ്രൈസിംഗ് ക്വസ്റ്റൻ റിലേറ്റഡ് ടു ക്വാളിഫയിങ് ഡിഗ്രി. ഇപ്പൊ നിങ്ങൾ ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ, അതേപോലെ സിവിൽ ആണെങ്കിൽ സിവിൽ, മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കൽ, ആ രീതിയിലായിരിക്കും. ഇനി എക്സാമിന്റെ ഡേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ CBT വിൽ ബി കണ്ടക്ടഡ് ടെന്റേറ്റീവ്ലി ഓൺ 3rd May 2026 ആണ്. അതായത് ഈ എക്സാമിന്റെ ഡേറ്റ് വരുന്നത് 3rd May ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്ക് അധികം സമയം കിട്ടുന്നുണ്ടോ? ഇപ്പൊ ഇത് ഫെബ്രുവരി കൈയാണല്ലേ, മാർച്ച് ഏപ്രിൽ 2 മാസം നമ്മുടെ മുന്നിലുള്ളത്. നിയർലി ഒരു 60 ഡേയ്സ് ആണ്, 65 ഡേയ്സ് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പൊ ഈ ഡേയ്സിനുള്ളിൽ തന്നെ പഠിച്ചെടുക്കുകയും വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം PSC എക്സാംസുകൾ, ഞാൻ ഇതിനു മുന്നേ പല PSC എക്സാംസുകളുടെ വീഡിയോ ചെയ്യാറുണ്ട്. എക്സാംസുകൾ വളരെ ക്വിക്കായിട്ട് നടക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കും 2 മാസം കൊണ്ട് ഇത് പഠിച്ചു തീരുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും 2 മാസം കൊണ്ട് നിങ്ങൾ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് പഠിക്കാൻ നോക്കുക. ഇനി അഥവാ അത് ക്രാക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഉടനെ അടുത്ത നോട്ടിഫിക്കേഷൻ വരും. കാരണം ഇപ്പൊ HPCL വന്നു, ഇനി എന്താ വരാൻ പോകുന്നത്? ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് വരും, ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ് വരും. ഓക്കെ, അങ്ങനെ ഒരുപാട് നോട്ടിഫിക്കേഷൻ വരിയായിട്ട് വരുന്നുണ്ടാവും. സോ ഓപ്പർച്യൂണിറ്റീസ് മിസ് ചെയ്യരുത്. നിങ്ങൾ ഒരു വർഷത്തിൽ വരുന്ന ഏതെങ്കിലും ഒരു എക്സാം ക്ലിയർ ചെയ്താൽ പോലും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഏറ്റവും മികച്ച സാലറി ഉള്ള പോസ്റ്റ് തന്നെയായിരിക്കും. കാരണം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്ന സാലറിയുടെ നിങ്ങൾ നോക്കി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 lakh മുതൽ 1,20,000 വരെയുള്ള പേ സ്കെയിൽ. ഇപ്പൊ നിങ്ങൾ ഡിപ്ലോമ പോസ്റ്റ് ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അവിടെ വരുന്നത് CTC എന്ന് പറയുന്നത് 10.88 ലക്ഷമാണ്. ഓക്കെ, 10.88 lakh ആണ്. അതായത് ഒരു ഡിപ്ലോമ ലെവൽ കാൻഡിഡേറ്റിന്, ഒരു ഡിപ്ലോമ കഴിഞ്ഞ ഉദ്യോഗാർത്ഥി അപ്ലൈ ചെയ്യുന്ന പോസ്റ്റിൽ പോലും 10.8 ലക്ഷമാണ്. ഇനി നമ്മൾ എഞ്ചിനീയേഴ്സിന്റെ നോക്കുകയാണെങ്കിൽ 50,000 മുതൽ 1,60,000 വരെയാണ്. അവരുടെ CTC എന്ന് പറയുന്നത്, കോസ്റ്റ് കമ്പനി എന്ന് പറയുന്നത് 18.14 ലക്ഷമാണ്. അതായത് ഏറ്റവും മികച്ച സാലറിയോട് കൂടി തന്നെയാണ് നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു അവസരം നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. ഞാൻ നേരത്തെ ഏജ് ലിമിറ്റ് പറഞ്ഞ സമയത്ത് നിങ്ങളോട് പറഞ്ഞു 25 വയസ്സാണ് ഏജ് ലിമിറ്റ് എന്ന്. പക്ഷെ ഇവിടെ റിലാക്സേഷൻ ഉണ്ട്. നിങ്ങൾ ഈ 5 വർഷത്തെ റിലാക്സേഷൻ ആണ് SC/ST കാൻഡിഡേറ്റിന്. OBC കാൻഡിഡേറ്റ് ആണെങ്കിൽ 3 വർഷം, PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 10 years എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഏജ് ലിമിറ്റ് വരുന്നത്. PWD വിത്ത് OBC ആണെങ്കിൽ 13 years, അതേപോലെ PWD വിത്ത് SC/ST ആണെങ്കിൽ 15 വർഷം. ഇങ്ങനെയായിരിക്കും റിലാക്സേഷൻ വരുന്നത്. സോ OBC-കാരാണെങ്കിൽ നിങ്ങൾക്ക് 3 ഇയറിന്റെ റിലാക്സേഷൻ ഉണ്ട്. അതേപോലെ നിങ്ങൾ SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ 5 ഇയറിന്റെ റിലാക്സേഷൻ ഉണ്ട്. അപ്പൊ ആ റിലാക്സേഷനോട് ഇൻക്ലൂഡഡ് ആയിട്ടാണ് നിങ്ങൾ അപ്ലിക്കേഷൻ നോക്കേണ്ടത്. അപ്പൊ 25 വയസ്സ് കഴിഞ്ഞ OBC കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക്, OBC ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കും SC/ST-കാർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി അപ്ലിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയാണ്, ഇതെങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് പലർക്കുള്ള സംശയമാണ്. നമ്മൾ എപ്പോഴും ഇത്തരം ഓരോ അപ്ലിക്കേഷൻ, മേജർ ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് വരുന്ന സമയത്ത് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ള വീഡിയോ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ, അതായത് HPCL എങ്ങനെ അപ്ലൈ ചെയ്യാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയർ ആണ്. ഇനി അതല്ല നിങ്ങൾക്ക് വീഡിയോസിലൂടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും നമ്മൾ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓൺലൈൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 25th February ആണ്. Candidates are requested to apply online only. www.hindusthanpetroleum.com പോവുക. അതാണ് നമ്മുടെ വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റിലൂടെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, അപ്ലൈ ചെയ്യുന്നുണ്ടാവുക. അതിൽ കാരിയേഴ്സ് എന്ന് പറയുന്ന പേജ് ഉണ്ടാവും. അതിൽ കറന്റ് ഓപ്പണിംഗ്സിൽ ആഫ്റ്റർ റീഡിംഗ് ഡീറ്റെയിൽ അഡ്വർടൈസ്മെന്റ്, അതായത് ഈ ഒരു ഞാനിപ്പോ ഈ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഡീറ്റെയിൽ അഡ്വർടൈസ്മെന്റ് കാണാം. നോ അതർ മോഡ് ഓഫ് അപ്ലിക്കേഷൻ ആണ്. ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ അത് റിജക്ട് ആയി പോകും. ഇമെയിൽ ID, മൊബൈൽ നമ്പർ പ്രൊവൈഡഡ് ഇൻ ദ ഓൺലൈൻ അപ്ലിക്കേഷൻ ഷുഡ് റിമൈൻ വാലിഡ് അറ്റ്ലീസ്റ്റ് 1 year. അത് ഇമെയിൽ ID-യും നിങ്ങൾ കൊടുക്കുന്ന മൊബൈൽ നമ്പറും വാലിഡ് ആയിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം അത് മാറ്റാൻ കഴിയില്ല കേട്ടോ. കാൻഡിഡേറ്റ് മസ്റ്റ് യൂസ് പ്രോപ്പർ ഇമെയിൽ ID ടു ക്രിയേറ്റ് ദെയർ നെയിം അപ്ലിക്കേഷൻ വിത്ത് സ്യൂഡോ ഓർ ഫേക്ക് ഇമെയിൽ ID. അട്രാക്ട് അപ്രോപ്രിയേറ്റ് ആക്ഷൻ അണ്ടർ ദ ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ ഒക്കെ അപ്ലോഡ് ചെയ്യാനുണ്ട്. ഓൾ ഡീറ്റെയിൽസ് ഗിവൺ ഇൻ ദ ഓൺലൈൻ വിൽ ബി ട്രീറ്റഡ് ആസ് ഫൈനൽ ആൻഡ് നോ ചേഞ്ച് വിൽ ബി എന്റർടൈൻഡ്. ഒരു കാരണവശാലും തെറ്റിക്കരുത്. വളരെ കെയർഫുൾ ആയിട്ട് എന്ത് ചെയ്യുക, അപ്ലിക്കേഷൻ നിങ്ങൾ കൊടുക്കാം. ദെൻ ഇനി അടുത്തത് ഫൈനൽ ഇയേഴ്സ് എലിജിബിൾ ആണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഫൈനൽ ഇയേഴ്സ് എലിജിബിൾ ആണ്. അതായത് PSU എക്സാംസുകളിൽ വരുന്ന ഒരു പ്രത്യേകതയാണ് ഫൈനൽ ഇയേഴ്സ് എലിജിബിൾ ആവാറുണ്ട്. ശരിക്കും ഇത് PSCസിലും അതേപോലെ തന്നെ RRB എക്സാംസിലും ഒക്കെ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഫൈനൽ ഇയേഴ്സ് എലിജിബിൾ ആവാതിരിക്കുന്നത് അവരുടെ ഒരു അവസരം നഷ്ടപ്പെട്ടു പോവുകയാണ്. പക്ഷേ ഇവിടെ പേടിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ഫൈനൽ ഇയേഴ്സ് എലിജിബിൾ ആണ്. Candidate who are in final year can also apply for fresh position. However, the appointment shall be subjected to meeting the eligibility criteria. Position of diploma or degree certificate with qualifying percentage or marks as per the this notification എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഫൈനൽ ഇയേഴ്സ് അപ്ലൈ ചെയ്യാം. പക്ഷെ ആ പറഞ്ഞിരിക്കുന്ന മാർക്ക് ഉണ്ടല്ലോ, ഇപ്പൊ 65%. നിങ്ങൾ ഇതുവരെ വന്നിരിക്കുന്ന റിസൾട്ടില് അതിൽ നിങ്ങൾക്ക് 65% ഉണ്ടാവണം. അതേപോലെ ഫൈനൽ ഇയർ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം, നിങ്ങൾ മീറ്റ് ചെയ്യുകയും വേണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതൊരു വലിയ അവസരം തന്നെയാണ്. 400-ലധികം ഒഴിവുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു പോസ്റ്റിൽ വന്നിരിക്കുന്നത്. HPCLന്റെ ഈ ഒരു ഒറ്റ നോട്ടിഫിക്കേഷനിൽ. അങ്ങനെ എല്ലാ നോട്ടിഫിക്കേഷൻസ് HPCLും മറ്റു PSUs
എടുക്കുന്ന സമയത്ത് ഒരു വർഷം 10,000-കണക്കിന് ഓപ്പർച്യൂണിറ്റീസ് ആണ് പല സ്റ്റേജസിലായിട്ട് വരാൻ പോകുന്നത്. ഇൻക്ലൂഡിങ് ISRO പോലും വരാനിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതൊരാളുടെയും ഡ്രീം പൊസിഷൻ ആണ് അല്ലേ? സോ ഇത്തരം ഡ്രീം പൊസിഷൻസിലേക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നോട്ടിഫിക്കേഷൻ വന്ന് പഠിക്കാൻ വളരെ ചുരുങ്ങിയ സമയമുള്ളൂ. സ്വാഭാവികമായിട്ട് HPCL എക്സാം May 3 ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. മേ ബി ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിരുന്നാലും നിങ്ങൾക്ക് മുന്നിൽ ആകെ 2 മാസം സമയമുള്ളൂ. ഒരുപാട് റെഫർ ചെയ്ത് പഠിക്കാൻ എന്നുള്ള സമയം ഉണ്ടാവില്ല. ഇത് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻട്രിയുടെ PSU ബാച്ചസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓൾറെഡി എൻട്രിയുടെ PSU ബാച്ച് ഓൺഗോയിങ് ആണ്. എൻട്രിയുടെ PSU ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താഴെ കൊടുക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇലക്ട്രിക്കൽ ആണെങ്കിലും മെക്കാനിക്കൽ ആണെങ്കിലും സിവിൽ ആണെങ്കിലും എല്ലാ ബ്രാഞ്ചസിലും എന്താണ് നമ്മുടെ കോഴ്സസ് അവൈലബിൾ ആണ്, PSU ബാച്ചസ്. അപ്പൊ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയും എൻട്രിയുടെ PSU ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയും താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.